ADGP MR അജിത് കുമാറിനെ കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം DGP ഓഫീസിൽ അടിയന്തര യോഗം ചേരുന്നു. മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് യോഗം. ഷഫീദ് റാവത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇന്നു തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ ആലോചന? തുടർന്ന് ഇന്നു തന്നെ ഒരുപക്ഷെ ADGPയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകും എന്ന് കരുതാമോ ഷഫീദ്? അടിസ്ഥാനത്തിൽ ഉന്നതതല സമിതി അത് സംസ്ഥാന പോലീസ് മേധാവി 30 ദിവസമായിരുന്നു അന്വേഷണ സംഘത്തിന് കൊടുത്തിരുന്ന സമയപരിധി. 30-ാം നാൾ ഇന്ന് തീരുകയാണ്. ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. DGP ഓഫീസിൽ പ്രത്യേക സംഘം, ഈ പറയുന്ന അജിത് കുമാറിനെ കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്ന പ്രത്യേക സംഘം DGP ഓഫീസിൽ അടിയന്തര യോഗം ചേരുകയുമാണ്. ഷഫീദെ, കേൾക്കാവോ? ഞാൻ ചോദിച്ചത് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ അന്വേഷണ സംഘത്തിന്റെ ആലോചന? ഹാഷ്മി, ഇന്ന് തന്നെ ആ റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം സമയപരിധി അത് അവസാനിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TV അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പരാതിയായി നൽകിയിരുന്നു. ആ പരാതിയിലാണ് അന്വേഷണം നടത്തിയത്. ആ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് പോലീസ് ആസ്ഥാനത്ത് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസഫ്, SP മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ആ റിപ്പോർട്ട്, അതൊരു സമഗ്രമായ റിപ്പോർട്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ട് വന്നിട്ട് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. CP അടക്കം അവരുടെ നിലപാട് കടുപ്പിച്ചപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ CP ഇപ്പോൾ ഒരു ഡെഡ് ലൈൻ, ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. കാരണം തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ADGP MR അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGPയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻപിലുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടി CPIയുടെ ശക്തമായ സമ്മർദ്ദം അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP ഉടൻ മാറിയേക്കും. ഓക്കെ, ഷഫീദ് റാവത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി ഇവർക്കൊക്കെ ആദ്യ വാർത്താ സമ്മേളനത്തിൽ വലിയൊരു പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ADGPക്കെതിരെയുള്ള പരാതികളിൽ DGP സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ADGP MR അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തലൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അറിയേണ്ടതാണ്. എന്തായാലും അത് കാത്തിരുന്ന് കാണാം. അതിനിപ്പോൾ അധിക സമയങ്ങൾ കാത്തിരിപ്പ് നീളില്ല എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്.